അപ്പോൾ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ കരമന PRSൻ്റെ അടുത്തോട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 2K24 വന്നതുപോലെ 2K25. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലെൻസ് വഴി നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കൽ നടക്കുന്ന ദൃശ്യങ്ങൾ ലൈവ് ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് പോലെയാണ് കാണിക്കാൻ പോകുന്നത്. ആക്ച്വൽ നടക്കുന്ന എന്തൊക്കെയാണ് ഇവൻ്റ് നടത്താനാണ് എൻ്റെ ലെൻസ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ കരമന ട്രിവാൻഡ്രം തമ്പാനൂർ പോകുന്ന റോഡ്. ഒടുക്കത്തെ വെയിലാണ്, നല്ല വെയിലുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ടൂ വീലറിൻ്റെ പാർക്കിംഗ്, ടൂ വീലർ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് ഫുള്ള് ഓട്ടോറിക്ഷയാണ് ഇവിടെ. ഇന്ന് പ്ലാൻഡ് രീതിക്കാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ വഴി ഫുള്ള് നമ്മൾ KSRTC ബസ്സായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഈ വഴി ഫുള്ള്. അപ്പോൾ പൊങ്കാല തുടങ്ങാൻ ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട്. മാക്സിമം പെട്ടെന്ന് ഇവിടെ വന്ന് ഈ ഒരു വിഷ്വൽ എടുക്കാനാണ് ഓടി വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കരമന ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ സൈഡാണ്. ഇതാണ് ആറ്റുകാൽ പോകുന്ന വഴി. നമുക്ക് പോകേണ്ടത് അപ്പർ സൈഡാണ്. ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന മികച്ച റിപ്പോർട്ടിംഗ് ചെയ്യുന്ന അഖിൽ, ഞാൻ സ്വന്തമായിട്ട് എന്നെ തന്നെ പറഞ്ഞതാണ്. അതാണ് നമ്മളെ ആറ്റുകാൽ ക്ഷേത്രം പോകുന്ന വഴി. നമ്മളെ കരമനയിൽ നിന്നും ആറ്റുകാൽ പോകുന്ന വഴിയാണ് അത്. പക്ഷെ വന്നപ്പം ഇവിടെ തൊട്ടേ നമ്മളെ അടുപ്പുകൾ തുടങ്ങിയിരുന്നു. പൊങ്കലടുപ്പ് ഈ ഒരു വഴി തന്നെ തുടങ്ങിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ അവിടെ നിന്നായിരുന്നു തുടക്കം. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ ബാക്കിലോട്ട് മാറി. പിന്നെ ഇവിടെ നിന്നാണ് നമ്മളെ പൊങ്കാല അടുപ്പ് തുടങ്ങിയിട്ടുള്ളത്. ചേച്ചിമാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പൊങ്കാലയ്ക്ക് വന്നപ്പോൾ ഈ വഴി ഫുള്ള് പൊങ്കാലടുപ്പുകളുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് മാറി റോഡിൻ്റെ അപ്പുറത്തും റോഡിൻ്റെ ഇപ്പുറ സൈഡുമായി. ഇവിടെ ഫുള്ള് വെയിലായിരിക്കും കാരണം, മേ ബി കൂട്ടാൻ. നമ്മളിപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് സർക്കിളിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് പൊങ്കലടുപ്പ് കാണാറുണ്ട്. അതേപോലെ നമ്മളിത് നമ്മളെ എയർപോർട്ട് റോഡ് അല്ല, ഞാനിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഡയൻ കുമാർ കഫേയുടെ ഫ്രണ്ടിലാണ്. അതിൻ്റെ മുമ്പിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പൊങ്കാലടുപ്പ്. നമ്മളിപ്പോൾ ഉള്ളത് കിള്ളിപ്പാലം ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് അമ്മമാരും ചേച്ചിമാരൊക്കെ അടുപ്പ് കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കിള്ളിപ്പാലത്തിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യം. ഇനി കാണിക്കുന്ന പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കിള്ളിപ്പാലത്തിൻ്റെ അകത്ത്, ഗ്രൗണ്ടിൻ്റെ അകത്താണ്. ഇവിടെ പഴംപൊരിയും ചായയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചാല സ്കൂളിൻ്റെ അകത്താണ്. ചാല സ്കൂളിൻ്റെ അകത്തുള്ള ഗ്രൗണ്ടിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കിനി കുറേ ഏരിയ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് നിൽക്കുന്നില്ല. നമുക്കിനി ചാല ഏരിയ മാറ്റി, ചാല സ്കൂളിൻ്റെ ഏരിയ മാറിയിട്ട് നമുക്കിനി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മളെ ചാല സ്കൂള്. ചാല സ്കൂള് നമ്മൾ ഇനി പോകുന്നത് തമ്പാനൂരിലോട്ടാണ്. നമ്മളിത് കിള്ളിപ്പാലത്തിൻ്റെ മറ്റൊരു സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ പോയത് ചാല സ്കൂളിൻ്റെ അടുത്താണ്. ഇപ്പോൾ എന്താ കിള്ളിപ്പാലം തമ്പാനൂർ പോകുന്ന റോഡ് രണ്ട് സൈഡിൽ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളമൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ ആ ഒരു ഭാഗത്ത് കയറാൻ നോക്കിയാൽ നല്ല തിരക്കാണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ടാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പോകുന്ന വഴിയിലെല്ലാം ഈ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കണ്ണ് തുറന്ന് നടക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ കണ്ണ് പോലും തുറക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അത്രയും ചൂടായിരിക്കും, ആവിയായിരിക്കും ഈ ഒരു ഭാഗത്ത്. എന്നാണ് നമ്മളെ ഷ്യാം ഫോട്ടോഗ്രാഫി ചേട്ടനെ കണ്ടുപിട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമാണ്, ഫേമസ് ആണല്ലേ ഇപ്പം. നമ്മളെ ഷ്യാം ഫോട്ടോഗ്രാഫി ചേട്ടനെ കണ്ടിട്ട് നമ്മളത് ഇനി തമ്പാനൂരിലോട്ട് പോവുകയാണ്. ആ പുള്ളി നമ്മളെ ഫാനാണ്, നമ്മളെ വീഡിയോ കാണുന്ന ഒരു പുള്ളിയാണ്. നമ്മൾ സൺസ്ക്രീൻ വാങ്ങാൻ ഇടാൻ മറന്നുപോയി. ഇന്നലെ ഇവിടെ വന്നപ്പോൾ റോഡ് മൊത്തം ആളില്ലാതെ വിജനമായിരുന്നു. ഇന്ന് ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് ആൾക്കാർ. ഈ സൈഡ് മാത്രമല്ല, ബാക്കിനും ഫ്രണ്ടിലും എല്ലാം ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ചെന്തിട്ട എന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ പവർ ഹൗസ് റോഡാണ് പോകുന്നത്. ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, അതും KSRTC ബസ് സ്റ്റാൻഡ് പോകുന്ന എല്ലാ വഴിയും ഇത് ഇങ്ങോട്ടാണ്. ആ സൈഡൊക്കെ ഉടുക്കത്തെ വെയിലാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഇപ്പോൾ സൈഡ് വന്നിരിക്കുകയാണ്. കണ്ടോ, അടുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ എല്ലാം ഈ സൈഡാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നു പോകാൻ പോകുന്നത് നമ്മുടെ തമ്പാനൂർ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജിൻ്റെ വരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ റോഡ് ഫുള്ള് പൊങ്കലടുപ്പായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പൊങ്കലടുപ്പ് കുറവാണ് ഈ ഭാഗത്ത്. നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇതുവരെ നമ്മളെ പൊങ്കാലടുപ്പ് നിലവിൽ നമ്മളെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ വരെ ഉള്ളൂ. ഇതാണ് നമ്മളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജ്. നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോകാം. നല്ല വെയിലാണ്, ഒടുക്കത്തെ വെയിൽ, നല്ല വെയിലാണ്. എങ്കിലും ഈ ഒരു എഫേർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊങ്കാലയുടെ ഒരു ദൃശ്യം കവർ ചെയ്യാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ചാൻസ് ആയതുകൊണ്ട് ആ ഒരു വെയിലിനെ വക വെക്കാതെയാണ് ഞാൻ ഇറങ്ങിയത്. ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ചില തണലേ കാണുന്നു, മഴയിലേക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ കറങ്ങി നമുക്ക് അവിടെ കൂടെ വരാം. നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് സൈഡും നമ്മളെ ഫുട്പാത്തിൻ്റെ ഈ സൈഡും റോഡിൻ്റെ ആ സൈഡും ഫുൾ പൊങ്കാല അടുപ്പ്
നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ എനിക്കൊന്ന് പൊങ്കാല തുടങ്ങിയ സമയത്താണ്, മീൻസ് കത്തിച്ചു തുടങ്ങിയല്ലേ, അടുപ്പ് കത്തിയ സമയമാണ് നമുക്ക് കണ്ണ് തുറന്നൊന്നും കാണാൻ പറ്റില്ല. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് നമുക്കിവിടെ ദൃശ്യം കവർ ചെയ്യാൻ പറ്റി. ഇവിടെ ഫുള്ള് അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സ്ട്രീറ്റ്. ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട്, നല്ല ഇനിയിപ്പം അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ നല്ല ചൂടുവോ. 24 ന്യൂസിൻ്റെ അടപ്പ് വരെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ തമ്മാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ തമ്മാനൂർ സ്റ്റേഷൻ്റെ സർക്കിൾ ഐ ലവ് TVM എൻ്റെ ഫ്രണ്ടിലുള്ള ദൃശ്യമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഇവിടെ ഫുള്ള് പൊങ്കാല അടുപ്പുകളും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ വർഷം കൂടിയല്ലേ, കാരണം നമ്മൾ അന്ന് പുകയെല്ലാം കൂടെ കിടന്നുകൊണ്ട് നമുക്ക് നേരെ കാണാനും പറ്റും. ഇന്ന് വേറൊരു വിഷയം. അപ്പോൾ ഇന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു ഇടമാണ് നമ്മൾ തമ്മാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് ഡിപ്പോരെയും ഫ്രണ്ടിലുള്ള, അപ്പുറത്ത് ഇപ്പുറത്തെ ശരിക്കും. പക്ഷേ ഇപ്രാവശ്യം എല്ലാം മാനേജ്ഡ് രീതിക്കാണല്ലേ. നമ്മളെ KSRTC ബസ് ഡിപ്പോയുടെ ഫ്രണ്ടിലാണ്, ട്രിവാൻഡ്രം KSRTC ബസ് ഡിപ്പോയുടെ ഫ്രണ്ടിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഫുള്ള് പൊങ്കാല അടുപ്പ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതേപോലെ ദൃശ്യമാണ്. ബാക്കാണ് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൻ്റെ സർക്കിൾ. ഇത് നമ്മളെ ഫുട്പാത്താണ്. നമ്മളെ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തും കൂടെ അങ്ങനെ കാണിച്ചു തരാം. നമ്മുടെ ബസ് ഡിപ്പോയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ഇന്നത്തെ ദൃശ്യം. മീഡിയ റിപ്പോർട്ടേഴ്സും അതിലെ വീഡിയോ ക്യാമറമാനും വീഡിയോ റിപ്പോർട്ടർ എല്ലാം ആ ഒരു ഫ്ലോറിൻ്റെ വരികയാണ്. നമ്മുടെ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഫ്ലോറിൻ്റെ വരികയാണ് വീഡിയോ ക്യാപ്ചറിങ്. എന്താ അവിടെ നമുക്ക് ഈഗിൾ വ്യൂ നമുക്ക് കിട്ടും. നമ്മളെ ഈ പൊങ്കാലയുടെ ഈഗിൾ വ്യൂ ഉയരുന്ന നമുക്ക് കിട്ടും. അതാണ് മെയിൻ കാരണം അവർ നിൽക്കാൻ. നമുക്ക് KSRTC ബസ് ഡിപ്പോയുടെ അകത്ത് ഒന്ന് കയറി നോക്കാം. ട്രിവാൻഡ്രം KSRTC ഡിപ്പോയുടെ അകത്ത് കയറി അവിടുത്തെ ദൃശ്യം കൊണ്ട് നിങ്ങൾ കാണിച്ചാൽ എന്തായാലും ഇതൊരു വന്നതല്ലേ. നമ്മളിപ്പോൾ തമ്പാനൂർ ബസ് ഡിപ്പോയാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ബോർഡ് നോ എൻട്രി ഫോർ ബസ്സസ്. ചിലപ്പം താൽക്കാലികമായിട്ടായിരിക്കും, പക്ഷേ കണ്ടപ്പോൾ ഒരു കൗതുകം. നമ്മളിപ്പോൾ KSRTC ട്രിവാൻഡ്രം KSRTC ഡിപ്പോയുടെ അകത്താണ്. അപ്പോൾ ഇവിടെ ബസ്സുകൾ വലുതായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് പൊങ്കാലയാണ്. അപ്പോൾ ഒരു ടൈം വരെ നമുക്ക് ഇവിടെ ബസ് ഓപ്പറേഷൻ നടക്കാത്തൊരു സമയത്താണ് എല്ലാ ബസ്സും ഒതുക്കിയിട്ടേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ KSRTC ബസ് ഡിപ്പോയുടെ അകത്താണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഓപ്പറേഷൻ ഇപ്പോൾ നിലവിലില്ല. എന്ന് പറഞ്ഞാൽ ബസ് പോകാൻ ഇടയില്ല. ലോങ് റൂട്ട് സർവീസ് മാത്രം എന്ന് പറഞ്ഞാൽ നാഗർകോയിൽ, അതും മെയിൻ എമർജൻസിയുള്ള സർവീസും അതും ഒന്നൊന്നായിട്ട് മാത്രമേ വിടൂ. ബൾക്കായിട്ട് നേരത്തെ അല്ലാതെ പോലെ സർവീസ്, സാധാരണ സർവീസ് പോലെയല്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്ന സർവീസുകൾ. അപ്പോൾ പൊങ്കാലടപ്പ് കത്തിക്കാൻ സമയമായി കേട്ടോ. പൊങ്കാലടപ്പ് കത്തിക്കാൻ സമയം എന്ന് പറഞ്ഞാൽ മണി ഇപ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ പ്രാർത്ഥനയും അവർ പൊങ്കാലടപ്പ് കത്തിക്കേണ്ട ആ തുടക്കത്തിലാണിപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളൂ ഈ ഒരു ഭാഗം വരെ. ഇപ്രാവശ്യം നമ്മൾ കിഴക്കേക്കോട്ട പോകേണ്ട പ്ലാനാണ്. അല്ലെ, ഇവിടെ ഒടുക്കത്തെ ഒച്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു പറയുന്നത്. പക്ഷേ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ഭയങ്കര ഒച്ചയാണ് ഇവിടെ. അപ്പം പൊങ്കാല അടുപ്പുകൾ കത്തിക്കാൻ സമയമായി. അപ്പോൾ എല്ലാ ചേച്ചിമാരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ അടുപ്പുകൾ കത്തിക്കാനും ഈ രണ്ട് സൈഡിൽ ഫുള്ള് നമ്മളെ പൊങ്കാല അടുപ്പുകൾ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. സമയമായി. പൊങ്കാല അടുപ്പെല്ലാം കത്തിച്ചിട്ട് അവിടെ അങ്ങോട്ടും ഇതുപോലെ പൊങ്കാല അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുക. സർവാർത്ഥ സാധിക്കുകയാണ്. എല്ലാ ഭക്തരും വളരെ ശ്രദ്ധയോടുകൂടി അവരവരുടെ പൊങ്കാല അടുപ്പിൽ തിരി കത്തിക്കേണ്ടതാണ്. ഫുള്ള് ഒരു പുകമയം, ഇനി കണ്ണുറക്കാൻ പറ്റൂല. ഫുള്ള് കണ്ടു, ഭയങ്കരമായിട്ട് കണ്ണ് പുക കൊണ്ട് നിറഞ്ഞ്. ഫ്രെയിമിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ ഇവിടെ ഫുള്ള് ഒരു ഇരുണ്ട ഒരു രീതിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് ഫോർട്ട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒടുക്കത്തെ ഒച്ചയാണ്, ഇവിടെ കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു പുകയും കൂടെയാണ്. ഫുള്ള് പുക.
ആര് പാലത്തിന്റെ അപ്പുറത്ത് കാണാനേ പറ്റില്ല പുക കാരണം. തമ്പാനൂരിനെ കാട്ടി കൂടുതൽ പുക നമ്മൾ ഈസ്റ്റ് ഫോർട്ട് ഭാഗം. കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങോട്ടൊന്നും പോകാനേ പറ്റില്ല, ഒടുക്കത്തെ പുക. നമ്മള് കഴിഞ്ഞ വർഷം കാണി തെറ്റുന്ന നമ്മളെ ചെറിയ വഴി കൂടെ പോയല്ലേ, ചെറിയ വഴിയുടെ പുകയെല്ലാം കൂടെ നമ്മളെ കണ്ണിലടിച്ച് കയറി. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സ്പേസിൽ നടക്കാൻ കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നല്ല പുക കയറുന്നുണ്ട് ഇവിടെ. അപ്പോൾ മാക്സിമം ഓപ്പൺ സ്പേസ് നോക്കി നോക്കി നടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾ നമ്മളെ കയറും നിങ്ങൾക്ക് കാണിക്കാൻ ദൃശ്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പം ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം പൊങ്കാല ദൃശ്യങ്ങൾ കാണിക്കാനും അതുപോലെ നമ്മളെ കണ്ടെന്നറിയാം നമുക്കും പണി കിട്ടാതിരിക്കാനും കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നല്ല വെയിലും നല്ല ചൂടും പുകയും എല്ലാം കൂടെ വേണ്ട കണ്ണു തുറക്കാൻ പറ്റില്ല. ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, ഗ്രൗണ്ട് ലെവലിലെ സിറ്റുവേഷൻ. കണ്ണ് ഫുള്ള് പുകഞ്ഞ്. ഇനി കഴിഞ്ഞ പ്രാവശ്യം സെയിം ആവും സൗണ്ട്. അതിന് പുതുമയില്ല. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഏരിയ മാറിയേണ്ട ഒരു ഇതുണ്ട്. നമ്മളെ സ്ഥിരം പറഞ്ഞ ഏരിയ അല്ല. ഇതാണ് നമ്മളെ ഈസ്റ്റ് ഫോർട്ട് ബസ് ടെർമിനൽ. ഈസ്റ്റ് ഫോർട്ടിലെ ബസ് ടെർമിനലാണ് ഈ ഫുള്ള് കാണുന്നത്. ഇവിടെ പത്മനാഭ സ്വാമി ടെമ്പിൾ പോകുന്ന വഴിയാണ് ഈസ്റ്റ് നട. നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ശരിക്കും വലിയൊരു ഉത്സവമാണ്. നമ്മളെ ഫോറിനേഴ്സ് എല്ലാവരും ഈ ഒരു ഉത്സവം എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ടുന്ന വെള്ളമാണ്, കുടിവെള്ളമാണ്. നോക്കട്ടെ, കുടിവെള്ളം കിട്ടുമെങ്കിൽ കുടിവെള്ളം വാങ്ങണം. നമ്മൾ ആംബുലൻസ് സർവീസ് എല്ലാ ഭാഗത്തും എപ്പോഴും ഉണ്ട്. എമർജൻസി എപ്പോഴും ഉണ്ടാവും. എമർജൻസി അപ്പം തന്നെ അവിടെ വണ്ടി വന്നിരിക്കും. അപ്പം ഞാൻ എന്താ എൻ്റെ ലുക്കൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഞാൻ കറുത്ത് എനിക്കാണ് മുഖത്തിൻ്റെ കളറൊക്കെ കളി തുടങ്ങി. പുകയുടെ കളറാണ്, പുകയടിച്ച പുക. നമ്മൾ നടന്നപ്പം നമ്മൾ അട്ടക്കുളങ്ങര എത്തി. അട്ടക്കുളങ്ങര നമ്മളെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ ആ ഒരു ബ്രിഡ്ജ് ജിഷ്ണു. അപ്പോൾ നമ്മൾ നടന്ന് കരമനയിൽ അട്ടക്കുളങ്ങരയായി. ഫുള്ള് നമ്മളെ പൊങ്കാല അടുപ്പുകളാണ്. ഫുള്ള് ആ ലൈൻ അങ്ങ് അറ്റം വരെ പൊങ്കാല അടുപ്പുകളാണ്. എത്രത്തോളം നടക്കും അത്രയും പൊങ്കാല അടുപ്പ് കാണാൻ പറ്റും. ജോയ ആലൂക്കാസ് വക ഒരു നാരങ്ങ വെള്ളം കിട്ടി. അപ്പം നമ്മൾ അടുത്ത് പോകാൻ പോകണം. നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകാൻ പോവുകയാണ്. എത്ര കിലോമീറ്റർ എന്നൊക്കെ അറിയില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വുമൻ പ്രീസൺ കറക്ഷണൽ ഹോം തിരുവനന്തപുരം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കയറി വീഡിയോ എടുത്തില്ല. എന്തായാലും വെളിയിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നടന്ന് എങ്ങോട്ടാണ് പോകണമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ കുറേ നടക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ പോയാൽ എണീക്കുള്ളെന്ന് ഒരു മനസ്സിലായി. ഇന്ന് കാല് ഇപ്പോഴേ തളർന്നു തുടങ്ങി. ഒരു തൈലം വാങ്ങിച്ചോണ്ട് പോയി. എന്തായാലും കൊട്ടൻചക്കായ തല ഇന്ന് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കിലോമീറ്റേഴ്സ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ അകത്തും പൊങ്കാല ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട സെൻട്രൽ പ്രീസനാണെങ്കിൽ ഇപ്പം കാണുന്നത് നമ്മളെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ എൻട്രി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ എൻട്രി വേണം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് വിചാരിച്ചതിൻ്റെ അകത്ത് പോവല്ലേ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. നമ്മൾ മണക്കാടാണ്. മണക്കാട് വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടു. അടിപൊളി. നമ്മളിപ്പോൾ കരമന മണക്കാടെത്തി. ഇനി മണക്കാട് നിന്ന് ഇനി അടുത്ത ആറ്റുകാലിലേക്ക് പോകണം. അതാണ് ഇപ്പോൾ അടുത്ത ടാസ്ക് തന്നെ, ആറ്റുകാലിലേക്ക് പോകണം. ഇതാണ് നമ്മളെ ആറ്റുകാൽ പോകുന്ന മണക്കാട് എന്നുള്ള സ്ട്രെയിറ്റ് വഴിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ദർശിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് പുകയാണ്. അതിൻ്റെ ഡബിൾ പുക ഇവിടെയുണ്ട്, അതിൻ്റെ അപ്പുറമാണ് അവിടുത്തെ പുക. ഇത് നമ്മൾ മണക്കാട് ചന്തയാണ്. അപ്പോൾ ചന്തയ്ക്ക് അകത്താണ് ഈ ഒരു തിരക്ക്. തണ്ണിമത്തം കഴിച്ചുകൊണ്ട് നടക്കാം. നമ്മൾ ഫുഡൊന്നും കഴിച്ചാൽ നമ്മൾ ഈ തണ്ണിമത്തനും വെള്ളവും അതുപോലത്തെ ഐറ്റത്തിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. ഇതാണ് അപ്പുറത്തെ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ, വെള്ളം, ഡ്രിങ്ക്സ്. ഇതാണ് നമ്മുടെ ടിറ്റോ ട്രിവാൻഡ്രം ചേട്ടൻ. നമ്മളെ ട്രിവാൻഡ്രം ഓൺലൈൻ പെയിൻ്റ് അഡ്മിനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. കുറേ ആദ്യമായിട്ടാണ് നമ്മൾ അഡ്മിനെ കണ്ടുപിടുന്നത്. ഞാൻ പോലും ആയിട്ട് നമ്മളെ ട്രിവാൻഡ്രം പെയിൻ്റ് അഡ്മിനെ കാണാൻ ഫോട്ടോസ് ഇടാറുണ്ട്. പക്ഷേ അഡ്മിനെ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. നമ്മളെ മണക്കാട് ജംഗ്ഷനിൽ വെച്ചാണ് അഡ്മിനെ കണ്ടെത്തിയത്. അപ്പോൾ താങ്ക് യു, കണ്ടതിൽ ഒരു താങ്ക് യു. ട്രിവാൻഡ്രം ഓൺലൈൻ പേജും ഫേമസ് ആയ ഒരു ചേച്ചിയാണ്. നമ്മളെ ചേച്ചിയുടെ പൊങ്കാലാണ് വെച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കുള്ള സ്പെഷ്യൽ പാസ്സാണ് നമ്മളെ പൊങ്കാല മഹോത്സവം ശ്രീകളുടെ ശബരിമല.
എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ പാസ് നമുക്ക് കണ്ടുള്ളത്. എനിക്കും ജിഷ്ണുവിനുമുള്ള സ്പെഷ്യൽ പാസ്. നമ്മളിപ്പോൾ MSK നഗർ ആറ്റുകാലിലാണ്. അങ്ങനെ വഴി ഈസ്റ്റ് ഫോർട്ട് വഴി എന്നിട്ട് നേരെ MSK നഗർ വഴി ആറ്റുകാലിലേക്കുള്ള ഒരു യാത്രയാണ്. ഇത്രയും ഇടവഴി കൂടെ കയറി വന്നാണ് നമ്മൾ ആറ്റുകാൽ എത്താൻ പോകുന്നത്. ഓരോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇതാ ആറ്റുകാൽ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. എന്താ ശിവാലയ ഓട്ടത്തിന് ഇത്ര പോലെ നടക്കണ്ടെന്ന് കുറേ നടന്നിട്ട് നല്ല കിലോമീറ്റർ നടന്നിട്ട് നല്ല കിലോമീറ്റർ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം വിഷ്വൽസ് ഗ്രൗണ്ട് ലെവലിലുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ജിഷ്ണുവിന് അറിയാം ഈ എഫേർട്ടിൻ്റെ ഒരു സംഭവം. നമ്മൾ കണ്ണ് കാണാൻ പറ്റുന്നില്ല. കണ്ണ് വരെ കണ്ടിരുന്നു കുറഞ്ഞത് കണ്ണു. ആ ലെവലാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിനി പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടാണ്. പോകുന്നതിന് തിരക്ക് കൂടിക്കൂടി വരെയാണ്. ആറ്റുകാൽ ഭഗവതി ടെമ്പിളിൻ്റെ ആരോ കാണാത്തതുകൊണ്ട് സൈഡിൽ കൂടെ നോക്കി ഇത് അങ്ങോട്ടാണ് നമ്മൾ ആറ്റുകാൽ ടെമ്പിൾ. അങ്ങനെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ആറ്റുകാൽ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അത്രയ്ക്ക് തളർന്നു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ഇനി കാണിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അവിടെ പോണേ. ഒരു പിടുത്തമില്ലല്ലോ. ഇതാണ് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു എൻട്രി പോയിന്റ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നടന്ന് നമ്മൾ കരമനയിൽ തുടങ്ങിയ യാത്ര ആറ്റുകാൽ ക്ഷേത്രം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ സൈഡിന് കവർ ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അകത്താണ്. ജിഷ്ണു അകത്തേറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അകത്തെ ഭാഗം. ഹോട്ടൽ അശ്വനി ഊണ് റെഡി. പക്ഷെ നമ്മൾ ഊണ് കഴിക്കാത്തതുകൊണ്ട് ഊണ് കഴിച്ച് ഉറക്കം വരും, അതുകൊണ്ട് നമ്മൾ കഴിക്കില്ല. ആറ്റുകാൽ ടെമ്പിളിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് സ്റ്റോൾസും അതേപോലെ ഹലുവക്കട അങ്ങനത്തെ സാധനങ്ങൾ, മിച്ചർ, അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ ഇതാ വരുന്ന നമ്മുടെ ഈ ചീറിപ്പാഞ്ഞ് വരുന്ന ആംബുലൻസ് നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. ബ്രോ RKG നെയ്യിൻ്റെ 2 വിഷർ നമുക്കും കിട്ടി. ഇത് പൊങ്കാല അടുപ്പിൻ്റെ ഇടയ്ക്ക് നമ്മളെ ആംബുലൻസ്. ഫുള്ള് നമ്മളെ ആംബുലൻസ് സർവീസാണ്. അമ്പലത്തെ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള വഴിയിലാണ് നമ്മൾ അന്നദാനം. ആ അന്നദാനത്തെ ലൈനാണ് ഇവിടെ നിന്നും അല്ലെങ്കിൽ അറ്റം തന്നെ ആ ഒരു ബൗണ്ടറിയും കഴിഞ്ഞ് അപ്പുറത്താണ് അന്നദാനത്തെ ലൈന് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മളെ PRS തൊട്ട് കരമന ജംഗ്ഷനും കഴിഞ്ഞ് കിടപ്പുണ്ട് നമ്മൾ ഈ KSRTC ബസ് ഒതുക്കിയിട്ടിരിക്കുന്ന ഈ ഒരു നിരയെന്ന് പറഞ്ഞാൽ. ഈ 2 സൈഡുണ്ട്, ഈ സൈഡും റൈറ്റും ലെഫ്റ്റും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആറ്റുകാലിൽ നിന്ന് ജിഷ്ണുവിനൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം അഖിലോൺ സ്ട്രീറ്റ് സൈനിങ് ഓഫ്. അപ്പോൾ ഇനി ഈ ആറ്റുകാൽ പൊങ്കാലയുടെ വിഷ്വൽസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് ഇനി എടുക്കാൻ സീനറി ഇല്ലാത്തതുകൊണ്ടല്ല, പറ്റുന്നില്ല, വയ്യ, തളർന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനി ക്ഷേത്രത്തിൻ്റെ വെള്ളോട്ട് പോവുകയാണ്. ക്ഷേത്രം കഴിഞ്ഞ് ബാക്കിൽ തന്നെ ആറ്റുകാൽ ക്ഷേത്രം അവിടെയാണ്. നമ്മൾ പോകുന്നത് വെളിയിലോട്ടാണ്, നമ്മളെ ബൈക്കിൻ്റെ അടുത്തോട്ട്. ടാറ്റാ ബൈ ബൈ. തളർന്നല്ലേടാ? ഞാൻ തളർന്നു.